തിരിച്ചു പ്രതികരിച്ചാൽ പിന്നീടവർ പുറംലോകം കാണില്ല. അതാണ് സ്റ്റൈൽ. പ്രതിയുടെ വീട്ടിലേക്ക് ഇയാളെ വിളിച്ചു വരുത്തിട്ട് അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അവർ കുറച്ച് കഴിഞ്ഞ് പണി നിർത്തിയ ശേഷം അവർ തമ്മിൽ വീട്ടിനകത്തിരുന്ന് സംസാരമായി. ആ സംസാരത്തിലാണ് ഉണ്ടായത്. സുഹൃത്തിനെ അടിച്ചുകൊന്ന ശിവപ്രസാദ് കൊടും കുറ്റവാളി. വീട്ടിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യം കൊടുത്ത ശേഷം മനുവിനെ ശരീരം മുഴുവൻ അടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം തലക്കടിച്ച് കൃത്യം നിർവഹിക്കുകയായിരുന്നുവെന്നാണ് വിവരം. പോലീസും ഇക്കാര്യം സ്ഥിരീകരിച്ചു. അതായത് അയാളുടെ വീട്ടിലെ ഒരു വർക്ക്ഷോപ്പ് പണിയാൻ വേണ്ടി പ്രതിയുടെ വീട്ടിലേക്ക് ഇയാളെ വിളിച്ചു വരുത്തിട്ട് അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അവർ കുറച്ച് കഴിഞ്ഞ് പണി നിർത്തിയ ശേഷം അവർ തമ്മിൽ വീട്ടിനകത്തിരുന്ന് സംസാരമായി. ആ സംസാരത്തിലാണ് ഉണ്ടായത്. അല്ല, മദ്യലഹരിയാണെന്നുള്ള കാര്യത്തിൽ അവർ മെഡിക്കൽ നടത്തിയ ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ശിവപ്രസാദിനെ കുറിച്ച് കൂട്ടുകാരും നാട്ടുകാരും പറയുന്നത് അറിയുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ ഞെട്ടാൻ പോകുന്നത്. എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന ആളാണ് ശിവപ്രസാദ്. എന്നാൽ ആരോടെങ്കിലും ശത്രുത തോന്നിയാൽ അവരെ സ്നേഹത്തോടെ വിളിച്ച് വീട്ടിലെത്തിക്കും. ശേഷം മദ്യം കഴിക്കുന്നവരാണെങ്കിൽ മദ്യം കൊടുക്കും, അല്ലാത്തവരാണെങ്കിൽ വയറ് നിറച്ച് ആഹാരം കൊടുക്കും. തുടർന്ന് വീടിൻ്റെ മുന്നിലെ ഹാളിലിരുത്തി ശത്രുതയുണ്ടാകാൻ കാരണമായ വിഷയങ്ങൾ ഓരോന്നും ചോദിക്കും. ഒരു ഇരുമ്പ് ദണ്ടും അടുത്തു വച്ചേക്കും. ഓരോ ചോദ്യത്തിനു ശേഷം ഈ ദണ്ടുകൊണ്ട് മർദ്ദിക്കുകയാണ് രീതി. തിരിച്ചു പ്രതികരിച്ചാൽ പിന്നീടവർ പുറംലോകം കാണില്ല. അതാണ് സ്റ്റൈൽ. ഇങ്ങനെ അടികൊണ്ടവരിൽ പ്രദേശവാസികളും സുഹൃത്തുക്കളുമൊക്കെയുണ്ട്. ശിവപ്രസാദിനെ പേടിച്ച് ഒരാളും ഒന്നും തുറന്നു പറയില്ല. മനുവിനെ അടിച്ചതും ഈ ഹാളിനുള്ളിൽ വെച്ച് തന്നെയാണ്. രാത്രിയിലാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക. സ്വന്തം അച്ഛൻ്റെ അനുജൻ കുളിമുറിയിൽ പരിക്കേറ്റ നിലയിലാണ് മരിച്ചു കിടന്നിരുന്നത്. ഇതിനു പിന്നിലും ശിവപ്രസാദാണെന്ന സംശയമുയർന്നെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെട്ടു. ഇവനെ പേടിച്ച് അമ്മ സഹോദരിക്കൊപ്പം ബ്രിട്ടനിലാണ് താമസം. മനുവിൻ്റെ കൃത്യം നിർവഹിച്ച ശേഷം ബന്ധുവായ പോലീസുകാരൻ്റെ വീട്ടിലേക്കാണ് ശിവപ്രസാദ് പോയത്. അവിടെ നിന്ന് മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിലെത്തി. ഇവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സംഭവം അറിഞ്ഞതോടെ ഞെട്ടലിലാണ് നാട്. അതേസമയം ശിവപ്രസാദ് അറസ്റ്റിലായതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് നാട്. ഇവനെ ഒരിക്കലും പുറത്തുവിടരുതെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രിയായാൽ ഇയാളുടെ വീടിന് സമീപത്തുകൂടി ആരും പോകില്ല. അയൽവാസികളും പേടിച്ചാണ് കഴിയുന്നത്. പോലീസിൽ പരാതി പറഞ്ഞാൽ ഇയാളുടെ പെരുമാറ്റം പിന്നീട് എങ്ങനെയായിരിക്കുമെന്ന് വിശ്വസിക്കാനാകില്ല. കണ്ടാൽ സുമുഖനായ ചെറുപ്പക്കാരൻ. എങ്ങനെ ഇങ്ങനെയായെന്ന് ചോദിച്ചാൽ അതിനും നാട്ടുകാർക്ക് ഉത്തരമില്ല.